മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാമത്തെ തുടർച്ചയായ ബജറ്റ് അവതരണം. നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റ് അവതരണം. ഇന്ത്യ കുതിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു ബജറ്റ് പൂർത്തിയാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കിക്കാണുന്നതെന്ന് സാറിനോട് ചോദിച്ചറിയാം. സാർ, എങ്ങനെയുണ്ട് ഈ ബജറ്റിന്റെ? വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഷിപ്പിംഗ് സെക്ടറും മറ്റും വളരെ സാഗർമാല കഴിഞ്ഞിട്ടുള്ള ഒരു കുതിപ്പാണ്. കണ്ടെയ്നർ മാനുഫാക്ചറിന് വേണ്ടി 10,000 കോടി രൂപയാണ് ഇപ്രാവശ്യം എടുക്കുന്നത്. ഇത് കണ്ടെയ്നറിൻ്റെ കോസ്റ്റ് കുറയ്ക്കും. തദ്വാര എക്സ്പോർട്സിന് ഫ്രൈറ്റിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. അതേപോലെ മോഡി സർക്കാർ എന്നും ഒരു തുണയായിട്ടുള്ളത് വനിതകളുടെ കാര്യത്തിലാണ്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഇന്ത്യയിലെ എല്ലാ ജില്ലയിലും വനിതാ ഹോസ്റ്റൽ, അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. വനിതാ ഹോസ്റ്റൽ അവരുടെ സംരംഭകത്തിന് പുതിയ റീറ്റെയിൽ ഔട്ട്ലെറ്റ് പോലെ അവരുണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ച് വിൽക്കാനും അതനുസരിച്ച് ഉള്ള ഒരു വലിയ വൻപിച്ച ഒരു വിപ്ലവാത്മകമായ കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചോളം. അതേപോലെ ആദ്യമായിട്ടൊരു പ്രത്യേകത ഈ ബഡ്ജറ്റിൽ AIMS പോലെ ആയുർവേദത്തിന് ഒരു വൻ കുതിപ്പ് കൊടുക്കുകയാണ്. ഇൻഡിജിനസ് മെഡിസിന് ഈ 5 AIMS പോലെ, AIMS ആണെന്ന് തോന്നുന്നു, അതിന് മുഴുവൻ മനസ്സിലായില്ല. അത് ഇന്ത്യ മുഴുവൻ, പ്രത്യേകിച്ച് കേരളത്തിനും അത് ബെനിഫിറ്റ് ആവും. അതേപോലെ നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോക്കനട്ട് കൾട്ടിവേഷൻ അതിൻ്റെ ഏറ്റവും മോശമായ രീതിയിൽ വന്നിരിക്കുകയാണ്. അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, കോസ്റ്റൽ റീജിയൻ ഒക്കെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള വലിയൊരു വൻ പദ്ധതി ഇപ്പോൾ നിർമ്മല സീതാരാമൻ ഓണറബിൾ ഫൈനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അതിവേഗ റെയിൽ 5 എണ്ണമാണ്. കേരളത്തിൻ്റെ ശ്രീധരൻ സാർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അടുത്ത വർഷത്തെ ബഡ്ജറ്റിലായിരിക്കും അതിനുള്ള ബഡ്ജറ്റ് മാറ്റിവെക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ അതിവേഗ റെയിൽവേയും വരും. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ ആൻഡ് ഹാൻഡ് ടെക്സ് അതിനും ഒരു ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഒരുവിധപ്പെട്ട എല്ലാ സാധനത്തിനും നമ്മളൊരു എല്ലാ ജനസഞ്ചയത്തിൻ്റെ സാധാരണക്കാരും മുതൽ കാർഷിക വിപ്ലവം, ആയുർവേദ, ഹെൽത്ത് ടൂറിസം, കണ്ടെയ്നർ, ഇങ്ങനെ ഈ മൂന്നാം ശക്തി ആവാനുള്ള, GDPയിൽ മൂന്നാം ശക്തി ആവാനുള്ള നമ്മുടെ ഒരു കുതിപ്പിലേക്ക് അതിനെ താങ്ങുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഞാൻ കാണുന്നത്. അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. ഇത്രയും ഗംഭീരമായ ഒരു ബഡ്ജറ്റാണ്. അത് മാത്രമല്ല, നമ്മുടെ ട്രംപ് 500% താരിഫ് ഒക്കെ എന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തി, അത് നമ്മളെ അഫക്ട് ചെയ്തിട്ടേ ഇല്ല. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞ മനഃപൂർവ്വമാണ്. അതെ, അതിനെയൊന്നും ഗൗനിക്കാതെയാണ് നിർമ്മല സീതാരാമൻജിയുടെ ഈ ഒരു വലിയ മുന്നേറ്റം എന്ന് തന്നെ പറയാം. നമ്മൾ യൂറോപ്യൻ യൂണിയനെ പിടിച്ചിട്ട് ഇപ്പൊ നമ്മൾ വേറെ രീതിയിലേക്ക് പോവുകയാണ്. ട്രംപ് ടാരിഫ് കുറച്ചില്ലെങ്കിൽ ട്രംപിനാണ് നഷ്ടം, ഭാരതത്തിനല്ല. ഭാരതം അതിന്റെ കുതിപ്പിൽ തുടരും. അത്ര ശക്തമായ ഒരു ബഡ്ജറ്റും അതനുസരിച്ചുള്ള സാമ്പത്തിക ശ്രേണിയും എല്ലാം നമുക്കുണ്ട്. വാങ്ങൽ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിക്കുള്ള ഒരുപാട് മുന്നേറ്റം. അതായത് ജനങ്ങളുടെ, സാധാരണക്കാരന്റെ കയ്യിൽ വരുമാനം വേണം, പണം വേണം, എങ്കിലല്ലേ വാങ്ങൽ ശേഷി കൂടുള്ളൂ. അപ്പോൾ അതിനെ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വളരെ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ബജറ്റായി. വളരെ വളരെ നമ്മൾ വിചാരിക്കും വളരെ സിമ്പിൾ ആണെന്ന് തോന്നും. പക്ഷേ ജനങ്ങളിലേക്ക് ഈ ശക്തി സാധാരണക്കാരിലേക്കും പകരുന്ന രീതിയിലാണ് ഈ ബഡ്ജറ്റ് വന്നേക്കുന്നത്. അതൊരു പ്രത്യേകതയാണ് ഇപ്രാവശ്യത്തെ. കാരണം ഇത്രയും ബഡ്ജറ്റിലും ഇല്ലാത്ത രീതിയിൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ കോർപ്പറേറ്റിന് ടാക്സ് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ടാക്സിൻ്റെ ഇളവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റം വരുമ്പോൾ ഇതിൻ്റെ ലോങ് റണ്ണാണ് ഇതൊക്കെ നോക്കുന്നത്. അപ്പം സാധാരണക്കാരുടെ പർച്ചേസിംഗ് പവർ കൂടും, എക്കോണമി വൈബ്രന്റ് ആവും. അതെ, കഴിഞ്ഞ ഈ ഒരു 10 വർഷം കൊണ്ട്, 12 വർഷം കൊണ്ട് നമ്മൾ ഈ ഒരു മാറ്റം നമ്മൾ കാണുന്നുണ്ട്. വളരെ 2014 തൊട്ടുള്ള ഈ ഒരു 2026 വരെയുള്ള ഒരു ഇന്ത്യയുടെ GDP ഗ്രോത്ത് കണ്ടാൽ നമുക്കറിയാം. അത് മാത്രമല്ല, വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ്. അതൊക്കെ ഈ ഒരു നിർമ്മല സീതാരാമൻ എന്ന ഒരു പവർഫുൾ ലേഡിയുടെ ഈ ഒരു മാറ്റം കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ അവരുടെ ഈ ഒരു നീക്കം കൊണ്ടാണ് പ്രൈം മിനിസ്റ്ററിന് കൈയടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അതായത് ഓരോ കാര്യങ്ങളും അതീവ ശ്രദ്ധയോടെ ഈ ഭാരതത്തിന്റെ എക്കോണമി മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പരിശ്രമം നമ്മൾ ഈ 75 വർഷമായിട്ട് കണ്ടിട്ടില്ല. അതുപോലുള്ള ഒരു ബഡ്ജറ്റാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും
ഓരോരുത്തരുടെ ശാക്തീകരണമാണ്. ഓരോ ഇൻഡിവിജ്വലും സബ്കാ സാത്ത് സബ്കാ വികാസ്. അതെ, ഓരോ തവണയുള്ള ഒരു ബജറ്റിലും ഓരോ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ കൈനീട്ടി പ്രതിരോധത്തിന് വേണ്ടി ആയുധങ്ങൾ വാങ്ങിയിരുന്ന ഒരു രാജ്യമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രതിരോധ കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഏത് മേഖല എടുത്താലും കർഷകരെ എടുത്തു നോക്കിയാലും പ്രതിരോധം എടുത്തു നോക്കിയാലും അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും നമ്മൾ ഓരോ വർഷത്തെ ഓരോ ബജറ്റിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അതുപോലെ ബീഹാറിനുള്ള വൻ നേട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ തവണത്തെ ബീഹാർ ഇലക്ഷനിൽ നമ്മൾ അതിന്റെ മാറ്റം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് എടുത്താലും കേരളം എടുത്താലും എല്ലാ ഇലക്ഷനും വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഓരോ സംസ്ഥാനത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഓരോ നേട്ടങ്ങളും അല്ലെങ്കിൽ അവർക്കുള്ള മാറ്റങ്ങളെല്ലാം ഈ ഒരു ബജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ രണ്ട് കാര്യം, കോമ്പോണൻസിന്റെ കാര്യത്തിലും എയർക്രാഫ്റ്റിന്റെ ഇമ്പോർട്ട്, സ്പെയർസിന്റെ ഇമ്പോർട്ട്സ്, അത് വലിയ തോതിൽ ഇവിടെ സ്പെയർ പാർട്സ് ഉണ്ടാക്കാനും കോമ്പോണൻസ് ഉണ്ടാക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടുകൊണ്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. എയർക്രാഫ്റ്റ് ഇപ്പം നമുക്ക് എത്ര 124 എത്രയോ വലിയ കൂടുതൽ എയർപോർട്ട്സ് ഉണ്ട്. ഈ ഓരോ എയർപോർട്ട്സും ഒരു വലിയ ഹബ്ബാക്കിയിട്ട് അതിനെ പോർട്ടുമായിട്ടും എയർപോർട്ടായിട്ടും റോഡുമായിട്ടും ബന്ധിപ്പിക്കുന്ന ഇപ്പം നെടുമ്പാശ്ശേരിയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവിടെ എയർപാർട്സിന്റെ ഇന്ന് പിണറായി വിജയൻ സാറ് ഇനോഗ്രേറ്റ് ചെയ്യാണ്, ചീഫ് മിനിസ്റ്റർ. ഞാൻ പോകേണ്ടതായിരുന്നു, എനിക്ക് സുഖമില്ലാത്ത പോയി. അപ്പോൾ അവിടെ ഈ കോമ്പോണൻസിന്റെ അതിൻ്റെയൊക്കെ മാനുഫാക്ചറിംഗ് ടെക്നീഷ്യൻസിനെ ഇന്ന് ഈ ദിവസം തുടങ്ങുകയാണ്. അപ്പോൾ അതിന് ഉപോത്ബലമായിട്ടുള്ള ബഡ്ജറ്റാണ് വരുന്നത്. അപ്പോൾ ആ ഇമ്പോർട്ട് വരുമ്പോൾ അതിൻ്റെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്യാനുള്ള സംവിധാനം വരുമ്പോൾ ഈ ആയുധമായാലും എയർക്രാഫ്റ്റ് ആയാലും കോമ്പോണൻസ് വരുമ്പോൾ അതിനെ ഏതൊക്കെ രീതിയിൽ വരുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റം 2-3 വർഷം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇന്ത്യ നമ്പർ 1 ആണ്. US താഴോട്ടാ പോണേ. ഇപ്പോൾ ഇന്ത്യ നമ്പർ 1 ആവും. ഓർ വി വിൽ ഹാവ് ബി സെക്കൻഡ്. ചൈന അത്ര എളുപ്പമല്ല എങ്കിലും ചൈന, ഇന്ത്യ, ഒരു സംശയം വേണ്ട. ഇപ്പോ ഏഷ്യൻ കടത്തിലേക്ക് വരികയാണ്. അതെ, സൗത്ത് റീജിയൻ is going to become a powerful global sector. ബ്രിക്കിന്റെ ഇപ്പൊ കറൻസി വരാൻ പോകും. സോ വി വിൽ ബി competing with US കറൻസി. അതാണ് ഇപ്പൊ വരാൻ പോണേ. അപ്പൊ ഇത്രയും ദീർഘവീക്ഷണത്തോടെ ഒരു കാര്യം പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആൻഡ് വി ആർ പ്രൗഡ് ടു ബി ഈ ഗവൺമെന്റിന്റെ കാലത്ത് ജീവിക്കുന്നു എന്നുള്ളത് തന്നെ വി ക്യാൻ ബി പ്രൗഡ്. ഓക്കെ. അപ്പോൾ 2014 മുമ്പുള്ള ഇന്ത്യയല്ല ഈ 2026. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യ ഇന്ന് കുതിക്കുകയാണ്. ഇനി അധികം വൈകാതെ 3ാമത്തെ ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാറിനോട് സംസാരിച്ചതിൽ നമുക്ക് അത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ ഒരു ബജറ്റ് വൻ മാറ്റങ്ങളാണ് നമ്മുടെ ഭാരതത്തിന് കൊണ്ടുവരുന്നത്.